التمسك بالأثر نجاه. 86-ാമത്തെ ചോദ്യം, അക്മിലിൽ ഹദീസ്, ഒരു ഹദീസ് നിങ്ങൾ പൂർത്തീകരിക്കാൻ ആണ് ഇവിടെ ചോദ്യത്തിലുള്ളത്. എന്താണ് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരാളുടെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ്. പക്ഷെ ഒരാളുടെ ഇസ്ലാം മെച്ചപ്പെട്ട പ്രോഗ്രസ് ആവാൻ, നമുക്കറിയാലോ ഇസ്ലാം എന്നുള്ളത് ഒരുപാട് ദറജകൾ മർത്തബകളാണ്, സ്വർഗത്തിൽ ഒരുപാട് പദവികളുള്ളതുപോലെ. അപ്പോൾ ഈ ഇസ്ലാം ഒരാളുടെ മെച്ചപ്പെടണം, അയാൾക്ക് സ്വർഗത്തിൽ പദവികൾ വർദ്ധിക്കുന്നുണ്ട്, അയാൾ നരകത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നുണ്ട് എന്നറിയിക്കുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം അവസാനിപ്പിച്ചു. എന്താ ഉത്തരം? അൽ ജവാബ് തർക്കുഹു മാലായ അനീഹി, അവന് ഉപകരിക്കാത്ത, അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. അവനുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. നമുക്ക് പ്രത്യേകിച്ച് അതിൽ മുഴുകുന്നതിൽ, നമ്മുടെ സമയവും അധ്വാനവും അതിൽ മെനക്കെടുത്തുന്നതിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരു ബെനഫിറ്റും ഇല്ല, ഒരു ഗുണവും കിട്ടാനില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരാൾക്ക് അള്ളാഹു ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്വർഗത്തിൽ, അവൻ നരകത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ്. സലഫുകൾ പറയാറുണ്ട്, ഒരാൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട് എന്നറിയാൻ എന്തുമാത്രം നോക്കിയാൽ മതി, അവൻ്റെ സമയം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അല്ലേ? പല ആളുകളും അവർക്ക് പല വിഷയങ്ങൾക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഖുർആൻ എപ്പോഴാണ് അവസാനമായി ഓതിയെന്ന് ചോദിച്ചാൽ റമദാനിലാണെന്ന് പറയും. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരം, രാത്രി നിസ്കാരം നിസ്കരിച്ചാൽ എത്ര കാര്യമായും ചോദിച്ചാൽ അപ്പോഴും റമദാനിലാണെന്ന് പറയും. അങ്ങനെ പല വിഷയങ്ങൾക്കും ഒരുപാട് പുറകിലാണ്. എത്രയോ ഖൈറുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സമയത്തെ പഴിക്കാൻ, ഒന്നിനും സമയം കിട്ടുന്നില്ല, തിരക്കാണ്, ആ തിരക്ക് ഈ തിരക്ക്. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി ആ പറയുന്ന വാക്ക് ശരിയാണെന്ന് പരിശോധിക്കാൻ വേറെ എവിടെയും പോകണ്ട, നമ്മുടെ മൊബൈൽ ഫോണൊന്ന് എടുത്ത് നോക്കുക, നമ്മുടെ കൈകളിലുള്ള സ്മാർട്ട് ഫോൺ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുക. അതിൽ നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ, അതൊന്നും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ മൊബൈൽ ഫോൺ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്? അത് ഉപയോഗിക്കാൻ പാടില്ലെന്നോ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നോ ഒന്നൊന്നല്ല പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ ആൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ 4 മണിക്കൂറും അയാൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളിലായിരിക്കും. അയാളുടെ ദീനിയായതോ ഉഖ്റവി ആയതോ, ഇങ്ങനെ ദീനിലോ ദുനിയാവിലോ യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളിലായിരിക്കും ബാക്കിയുള്ള സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും. അത് എന്തല്ല, അത് നല്ല ആളുകളുടെ അടയാളമല്ല. ഒരാൾക്ക് സ്വർഗത്തിൽ പദവികൾ ഉയർത്തി കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന അടയാളമല്ലത്. ഒരാൾ നരകത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെന്ന് അറിയിക്കുന്ന അടയാളമല്ല, മറിച്ച് അത് നേരെ ഓപ്പോസിറ്റാണ്. ഒരാളുടെ സ്വർഗത്തിലെ ദറജകൾ വളരെ കുറവാണ്. ഒരാൾ നരകത്തിലേക്ക് വളരെ അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷെ നരകത്തിൽ എപ്പോഴും വീണ് പോയേക്കാം എന്നൊരവസ്ഥയിലാണെന്ന് അറിയിക്കുന്ന ഏറ്റവും വലിയൊരു അടയാളമാണെന്ത്? അയാളുടെ സമയം വെറുതെ പാഴാക്കുക. വെറുതെ എന്തെങ്കിലും ഹൈറുള്ള കാര്യങ്ങൾ, കുടുംബക്കാരോട് മെസ്സേജുകൾ അയക്കുക, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക, കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ദുനിയാവിലും ആഖിറത്തിലും എന്തെങ്കിലും ബെനിഫിറ്റുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഈ പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ്, അതൊന്നും ഒരു കുറ്റം കിട്ടുന്നൊരു വിഷയമേ അല്ല. ഒരു നിലക്കും യാതൊരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങളിൽ വെറുതെ സമയം ചെലവഴിക്കുക, അത്തരം കാര്യങ്ങൾ ഏർപ്പെടുക, അങ്ങനെ സമയം പാഴാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരാളുടെ സ്വർഗത്തിലെ ആഖിറത്തിലെ നിലവാരത്തെ അറിയിക്കുന്ന കാര്യമാണ്. അല്ലേ? ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞുപോയി. വേൾഡ് കപ്പിലൊക്കെ ആ സമയത്ത്, സീസണിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരെയും. എത്ര മണിക്കൂറുകളാണ്, 3 മണിക്കൂറൊക്കെയാണ് ഒരു കളി കാണാൻ വേണ്ടി. ഒരു സ്കോർ, ഈ ടീം എത്ര ഗോളടിച്ചു, ആ ടീം എത്ര ഗോളടിച്ചു, ഇതൊരു സെക്കൻഡ് കൊണ്ട് വാർത്തയിൽ നോക്കിയാൽ അറിയാൻ പറ്റുന്നൊരു കാര്യം. അതിൽ ഗുണമില്ല, ഇനിയിപ്പോൾ ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ സ്കോർ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ആ ഒരു കാര്യത്തിന് ഒരു സെക്കൻഡ് വേണ്ടെടുത്ത് പാഴാക്കുന്നത് 3 മണിക്കൂറോളാണ്, ഏറ്റവും ചുരുങ്ങിപ്പോയാൽ 1.5 മണിക്കൂറോളം.
അപ്പം ഇങ്ങനെ പല വിഷയത്തിലും നമ്മുടെ സമയം ഇങ്ങനെ പാഴായി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പല ഹൈറുകളും ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമുക്ക് പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റാത്തത്. അല്ലേ? പലരും സലഫുകളുടെ കാലത്തിലെ പല നന്മകളെ പറ്റിയും കേൾക്കുമ്പോൾ അവർക്കത് എങ്ങനെയാണോ ചെയ്തത് എന്ന അത്ഭുതത്തോടെ പലരും ചോദിക്കാറുണ്ട്. അതിലൊരു അത്ഭുതമില്ല. അവർക്കും 24 മണിക്കൂർ തന്നെ ഒരു ദിവസത്തിൽ, നമുക്കും 24 മണിക്കൂർ തന്നെ. അവരത് ചെയ്തത് ഇത്തരം അവർക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കി നോക്കുക. നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഹൈറും തരാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഹറാമായ കണ്ടൻറ്റുകൾ മാത്രം നിങ്ങൾക്ക് തരുന്ന, സംഭാവനയായിട്ട് തരുന്ന ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകളുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒന്ന് ലെഫ്റ്റ് അടിച്ച് നോക്കുക. അതുപോലത്തെ അത്തരം ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും. അതുപോലത്തെ പേജുകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലുണ്ടാവും. ഇതൊക്കെ നിങ്ങളൊന്ന് അൺഫോളോ ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയേ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമയം ഹൈറുകൾ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ആകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വിശ്വാസം പഠിപ്പിച്ചെന്നില്ലേ, ഈ ഹരിസ് അലാമ ഇൻഫൗക്ക്, നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കുക. നിൻ്റെ സമയവും അധ്വാനവും ആ താല്പര്യവും പരിശ്രമമൊക്കെ നിനക്ക് എത്രത്തോളം ഒരു കാര്യം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, ഉപകരിക്കുമോ, അത്രത്തോളം നീ പരിശ്രമിച്ചാൽ മതി. അത്രത്തോളം നിൻ്റെ സമയം അധ്വാനം മെനക്കെടുത്തിയാൽ മതി. നിനക്ക് ഉപകരിക്കാത്ത കാര്യങ്ങളിൽ വെറുതെ നിൻ്റെ സമയം അധ്വാനം മെനക്കെടുത്തേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിക്കുകയാണ്, പഠിപ്പിച്ചു തരാണ്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് പുനഃപരിശോധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങൾ. അത് വല്ലപ്പോഴും എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നത്, അതൊക്കെ എല്ലാവർക്കും പറ്റും. അതിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. അത് പറ്റിയാൽ ഉടനെ തന്നെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദിവസവും ഡെയിലി ഹാബിറ്റായി മാറിയ കാര്യങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ചിലരൊക്കെ പത്രം വായിക്കുന്നത് കാണാം. 2 മണിക്കൂറൊക്കെ എടുത്താണ് പത്രം വായിക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളുടെ മുന്നിൽ മണിക്കൂറുകൾ തീർക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതിൻ്റെയും പുറകിൽ, ഇനിയിപ്പോൾ യുവാക്കളാണെങ്കിൽ ഗെയിമുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ മറ്റു പല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സമയമാണ്. നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സമയമാണ്. മറ്റെന്ത് നമുക്ക് പോയാലും തിരിച്ചു കിട്ടും. ആരോഗ്യം പോയാലും അല്ലെങ്കിൽ സമ്പത്ത് പോയാലും എന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ സമയം ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോയ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഹസൻ ബസർ റഹ്മൂന്ന് പറയാറുണ്ട്, നിങ്ങൾ സമ്പത്തിൻ്റെ വിഷയത്തിൽ എത്രത്തോളം പിശുക്ക് കാണിക്കാറുണ്ട്, അതിനേക്കാൾ സമയത്തിൻ്റെ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നൊരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്വഹാബത്തിനെ പറ്റി പറയാറുണ്ട്. നമ്മൾ ആർക്കും നമ്മുടെ സമയം കൊടുക്കരുത്. നമ്മുടെ സമയം എന്നുള്ളത് നമുക്ക് പരലോകത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. വീട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്താൽ റബ്ബ് ഇഷ്ടപ്പെടും, റബ്ബിനത് തൃപ്തിയുള്ള കാര്യം. അപ്പോൾ വീട്ടുകാരോട് സമയം സ്പെൻഡ് ചെയ്യാം. ഖുർആൻ ഓതുന്നതിൽ സമയം സ്പെൻഡ് ചെയ്യുക, റബ്ബ് ഇഷ്ടപ്പെടുന്ന, അപ്പോൾ അതിൽ സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലെങ്കിലും ഉപകരിക്കുന്ന കാര്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രിക്കുകൾ പഠിപ്പിച്ചിരുന്ന, കുറച്ച് ഐഡിയകൾ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളാണ്, ഒരു പേജുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം അതിന് ചിലവഴിക്കുക. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ സമയം നമ്മൾ വിനിയോഗിക്കാവൂ. അത് നമ്മുടെ പരലോകത്തിൽ നമുക്ക് വലിയ ദറജകൾ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഒരു അടയാളമാണ്. നമുക്കങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. പലരും ടൈം പാസ്സാണ്. എൻ്റർടൈൻമെൻറ്റുകൾ, സിനിമ, മ്യൂസിക്, സീരിയൽ, ന്യൂസ്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകൾ നമ്മുടെ ഇന്നത്തെ കാലത്തുണ്ട് സോഷ്യൽ മീഡിയകളിൽ. അതിലൊക്കെ ടൈം ഇങ്ങനെ പാസ് ചെയ്യണം, എങ്ങനെയെങ്കിലും സമയത്ത് തള്ളി നീക്കാൻ. നമുക്കങ്ങനെ തള്ളി നീക്കാനുള്ളതല്ല സമയം. നമുക്ക് ഓരോ സെക്കൻഡും പരലോകത്തിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഗോൾഡൻ ചാൻസുകളാണ്.
നമ്മളെപ്പോഴും ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത് ഈ സമയം ഞാൻ എങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാം. വീട്ടിനകത്തിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ആഖിറത്തിലേക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പുറത്ത് പോകുമ്പോൾ അവിടെയും പള്ളിയിലെത്തുമ്പോൾ ഓരോ സന്ദർഭത്തിലും ഇങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ ആകാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ.